ഹായ് ഗൈസ്, രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇന്ന് 5 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ്. എന്നിട്ട് ഇവിടെ കറങ്ങി നടന്ന എൻ്റെ മമ്മി എനിക്കൊരു ജോലി തന്നു, ഉള്ളി പൊളിക്കാൻ. സോ ഞാൻ ഉള്ളി പൊളിച്ചുകൊണ്ടിരിക്കുക. കാണിച്ചു ഇനി ഇതെല്ലാം പൊളിച്ചിട്ട് കടലക്കറി വെക്കാൻ ഉള്ളി പൊളിക്കുന്നത്. പിന്നെ ഞാൻ നൈസായിട്ട് TV-യിൽ പാട്ടൊക്കെ വെച്ച് വൈബ്. അപ്പം നമുക്ക് എന്തെങ്കിലും കടലക്കറി വെക്കാം. കടലക്കറി ഉണ്ടാക്കാൻ സാധിച്ചില്ല ഗൈസ്. ഞാൻ എന്നെ മമ്മി സമ്മതിച്ചില്ല കടലക്കറി ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, പക്ഷെ എന്നോട് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പം മമ്മി ഉണ്ടാക്കി കടലക്കറിയും അപ്പവും കഴിക്കുക. ഇതിന് നല്ല സൂപ്പർ കടലക്കറി ഞാൻ ഉണ്ടാക്കിയത്. ഇന്നലെ മമ്മിക്ക് ഉണ്ടാക്കിയേ പറ്റൂ. കടലക്കറി ഉണ്ടാക്കാൻ അങ്ങ് കൊതി. ഇത് കഷ്ടമല്ലേ? ഉണ്ടായിക്കോട്ടെ, നമുക്ക് പൂനെ ചെന്നിട്ടുണ്ടാക്കാം. അവിടെ വേറെ ആരും നമുക്ക് ഉണ്ടാക്കി തരാനില്ലല്ലോ, അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പം ഞാൻ ഇങ്ങനെ കാഴ്ചകളൊന്നും ഇല്ല, അവിടെ ഇന്ന് കാണുന്ന തന്നെ നിങ്ങൾ കണ്ടോണ്ടിങ്ങനെ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം കുടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചതിന് ശേഷം ഇത് തലയെക്കൂടെ ഒഴുകുന്നത് എൻ്റെ കുറ്റം കൊട്ട അനിയൻ കൈ കഴുകിയിട്ട് കയ്യിൽ ഇങ്ങനെ കയ്യിൽ വെള്ളം എടുത്ത് തലയെക്കൂടെ ഒഴിച്ചു. അതായി ഒഴുകി വരുന്നത്. എന്താക്കും അനുഭവിക്കണം ഈ അന്യന്മാരുള്ളവർ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ ഇച്ചിരി എന്തിലൂടെയൊക്കെ കഴിക്കും. കടിച്ചു തരാൻ എന്തൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് തിന്നാൻ കിട്ടി ഗൈസ് മുട്ട, പാൽ. മുട്ടയും പാലും കഴിക്കാം. പാൽ ചൂട. ജസ്റ്റിൻ ദിവസം അവിടെ കിടന്നു ശരിയാണ്. പാല് മുട്ടയും കഴിച്ചതിന് ശേഷം നമ്മൾ തുണി കഴുകാൻ പോവാണ് ഗൈസ്. ഒരു ചുരിദാർ ഉണ്ട് കഴുകാൻ. അപ്പം നമ്മൾ അലക്കുകല്ലുണ്ട്, അലക്കുകല്ലിൽ നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കാം. ഓക്കെ, കേട്ടോ നിങ്ങളാ ശബ്ദം? കിളികളൊക്കെ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ പ്രകൃതി രമണീയായ സ്ഥലമാണ് നമ്മുടെ. കുറേ കാടുമേടൊന്നും ഇല്ല, എന്നാലും ഇങ്ങനെ കേൾക്കാൻ പറ്റും കിളി ശബ്ദമൊക്കെ.
അങ്ങനെ തുണി കഴുകലെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മൾ ഒരു ഗ്രാജുവേഷൻ പരിപാടിക്ക് പോവുകയാണ്. എൻ്റെ കസിൻ സ്നേഹയുടെ ഗ്രാജുവേഷനായിരുന്നു. ദിസ് ഇസ് സ്നേഹ. അപ്പോൾ സ്നേഹ പന്തളത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നത്. ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന്